ജില്ലയിൽ LDFിൻ്റെ അടിത്തറ ഭദ്രമാണെന്നും ജില്ലാ പഞ്ചായത്ത് നഗരസഭാ ബ്ലോക്ക് ഡിവിഷനുകളിലെ വിജയം വിലയിരുത്തിയാൽ ആ കാര്യം മനസ്സിലാകുമെന്നും CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മലയോര മേഖലയിലും മറ്റും കഴിഞ്ഞ ഇടതു തരംഗത്തിൽ പിടിച്ചെടുത്ത ചില പഞ്ചായത്തുകൾ ഇത്തവണ നഷ്ടമായിട്ടുണ്ട്. അവ എന്തുകൊണ്ടാണ് നഷ്ടമായത് എന്നത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന ഉണ്ടാകുമെന്നും രാഗേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലയിൽ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിലാണ് LDF ജയിച്ചത്. ആന്തൂർ നഗരസഭയിലും പാനൂർ ബ്ലോക്കിലും 8 ഗ്രാമപഞ്ചായത്തിലും പ്രതിപക്ഷമില്ല. UDFന് ഒരു സീറ്റ് മാത്രം കിട്ടിയ പഞ്ചായത്തുകളുമുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് കൂട്ടി 18 ഡിവിഷനിൽ LDF ജയിച്ചു. നഗരസഭകളിൽ കഴിഞ്ഞ തവണത്തെ അതേ അവസ്ഥ നിലനിർത്താനായി. ഇരിട്ടി നഗരസഭയിലടക്കം സീറ്റ് എണ്ണവും കൂട്ടി. UDF ജയിച്ച തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം നഗരസഭകളിലും LDF സീറ്റ് കൂട്ടി. ഇരിട്ടി ബ്ലോക്കിലും ഇത്തവണ ഭൂരിപക്ഷം ഉറപ്പിച്ചു. കടമ്പൂർ പഞ്ചായത്ത് പിടിച്ചെടുത്തു. കാര്യമായ ഭൂരിപക്ഷമില്ലാതിരുന്ന മുഴപ്പിലങ്ങാട്ട് ഇത്തവണ മികച്ച ഭൂരിപക്ഷമായി. UDF കാലത്ത് അവർക്ക് ജയിക്കാൻ പാകത്തിലാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. UDFിൽ വലിയ നിലയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിന്ന സമയത്താണ് ഒരിക്കൽ ഒപ്പത്തിനൊപ്പം വന്നത്. ഇത്തവണ ശക്തമായ മത്സരം നടത്താൻ കഴിഞ്ഞെങ്കിലും അതിനനുസരിച്ചുള്ള മുന്നേറ്റമുണ്ടാക്കാൻ LDFന് കഴിഞ്ഞില്ല. അക്കാര്യത്തിലും വിശദ പരിശോധന നടത്തുമെന്നും രാഗേഷ് പറഞ്ഞു. വർഗീയ കക്ഷികളെയും മതരാഷ്ട്രവാദികളെയും കൂട്ടിയോജിപ്പിച്ച് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമവും UDF നടത്തിയതായി KK രാഗേഷ് പറഞ്ഞു. എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ സാധാരണ നിലയിൽ അവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ് വീടുകളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ദൈനംദിനം ഇടപെടുന്നത് എന്നുള്ളതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷമാണ് സാധാരണ നിലയിൽ ജയിച്ചു വരുന്നത്. ഇത്തവണ അത് ജയിച്ചിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് വിശദമായ പരിശോധന പിന്നീട് നടത്തും. അല്ല, ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ സ്ഥിതി എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ. കണ്ണൂർ കോർപ്പറേഷനിലുള്ള ചില പ്രദേശങ്ങൾ കാലാകാലമായി കണ്ണൂർ മുനിസിപ്പാലിറ്റിയുള്ള ഘട്ടത്തിൽ 10-40 വർഷത്തിലേറെ തുടർച്ചയായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി നിലവിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഇടതുപക്ഷം ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷവും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം ഒരു മുന്നേറ്റം നടത്തിയത് UDFിനകത്തുള്ള ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനമുള്ള ഒരു ഇടമല്ല കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രദേശങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2-3 സീറ്റിൽ മുന്നിൽ നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFനെ പരാജയപ്പെടുത്താൻ വർഗീയ ശക്തികൾ യോജിച്ച നീക്കമുണ്ടാക്കി. ഇരിട്ടി നഗരസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഇത്തവണയില്ല. ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന പ്രത്യേക മേഖലകളിൽ BJP, SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികൾ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിനെതിരെ നൽകിയിട്ടുണ്ട്. തിരിച്ച് UDFും വോട്ട് നൽകിയതായി KK രാഗേഷ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.